ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും പരിഷ്കൃത ലോകത്തിന് ചിന്തിക്കാൻ കഴിയാത്ത അടിച്ചമർത്തലുകളുമായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം. രാജ്യത്തെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തി ബാലവിവാഹത്തിന് ഔദ്യോഗികമായി നിയമസാധുത നൽകുന്ന പുതിയ നിയമാവലി താലിബാൻ പുറത്തിറക്കി. 31 പേജുകളുള്ള ദമ്പതികൾ തമ്മിലുള്ള വേർപിരിയലിന്റെ തത്വങ്ങൾ എന്ന രേഖയിലാണ് പ്രായപൂർത്തിയാകാത്തവരുടെ വിവാഹം മുതൽ സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുന്ന കടുത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഫ്ഗാൻ സമൂഹത്തിലെ പിതൃമേധാവിത്വത്തിന് പൂർണ്ണ അധികാരം നൽകുന്നതാണ് പുതിയ നിയമത്തിലെ 5-ാം അനുച്ഛേദം. ഇതനുസരിച്ച് പെൺകുട്ടിയുടെ അച്ഛനോ മുത്തശ്ശനോ അല്ലാത്ത മറ്റ് ബന്ധുക്കൾ വിവാഹം നിശ്ചയിച്ചാലും അതിന് നിയമസാധുതയുണ്ടാകും. വിവാഹം കഴിക്കുന്നയാൾ സാമൂഹികമായി അനുയോജ്യനാണെങ്കിൽ ഈ വിവാഹത്തെ തടയാൻ ആർക്കും അവകാശമില്ല. പ്രായപൂർത്തിയാകുമ്പോൾ കോടതി വഴി വിവാഹമോചനം തേടാൻ വ്യവസ്ഥയുണ്ടെങ്കിലും അഫ്ഗാനിലെ നിലവിലെ നീതിന്യായ സാഹചര്യത്തിൽ ഇത് വെറും പ്രഹസനമാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ നിയമത്തിലെ ഏറ്റവും വിചിത്രവും അപകടകരവുമായ വ്യവസ്ഥ പെൺകുട്ടികളുടെ വിവാഹ സമ്മതത്തെക്കുറിച്ചുള്ളതാണ്. ഒരു കന്യകയായ പെൺകുട്ടി വിവാഹാലോചനയോട് മൗനം പാലിച്ചാൽ അത് വിവാഹത്തിനുള്ള സമ്മതമായി കണക്കാക്കുമെന്ന് ആർട്ടിക്കിൾ 7 വ്യക്തമാക്കുന്നു. അതേസമയം ഇതേ മൗനം പുരുഷന്മാർക്കോ മുൻപ് വിവാഹിതരായ സ്ത്രീകൾക്കോ സമ്മതമായി ബാധകമല്ല. ശിക്ഷാഭയം കാരണം പെൺകുട്ടികൾ ശബ്ദമുയർത്താൻ ഭയക്കുന്ന അഫ്ഗാൻ അന്തരീക്ഷത്തിൽ ഈ നിശബ്ദതയെ സമ്മതമായി വ്യാഖ്യാനിക്കുന്നത് വരാനിരിക്കുന്ന വലിയൊരു ചതിക്കുഴിയാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ഭയപ്പെടുന്നുണ്ട്. സ്ത്രീകളെ വെറും അടിമകളുടെ തലത്തിലേക്ക് താഴ്ത്തുന്നതാണ് താലിബാന്റെ ഓരോ നീക്കവും എന്നാണ് വിലയിരുത്തൽ. മർദ്ദനത്തിന് പോലും പുതിയ നിയമത്തിൽ ചിലയിടങ്ങളിൽ പരോക്ഷമായ അനുമതിയുണ്ട്. കഠിനമായ ശാരീരിക പരിക്കുകൾ ഏൽപ്പിക്കാത്ത പക്ഷം ഭർത്താവിന് ഭാര്യയെ മർദ്ദിക്കാം. പരിക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് കോടതിയിൽ തെളിയിക്കാൻ സ്ത്രീ ഒരു പുരുഷ രക്ഷകർത്താവിനൊപ്പം എത്തണം. പലപ്പോഴും മർദ്ദിച്ച ഭർത്താവ് തന്നെയാകും ഈ രക്ഷകർത്താവ് എന്നത് നിയമത്തിലെ വൈരുദ്ധ്യമായി അവശേഷിക്കുന്നു. സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും പുതിയ നിയമം വിലങ്ങ് തീർക്കുന്നു. ഭർത്താവിന്റെ അനുവാദമില്ലാതെ സ്വന്തം അച്ഛന്റെ വീട്ടിലേക്കോ മറ്റു ബന്ധുക്കളുടെ വീട്ടിലേക്കോ പോകാൻ സ്ത്രീകൾക്ക് അവകാശമില്ല. ഭർത്താവിന്റെ ആവശ്യം നിരസിച്ച് സ്വന്തം വീട്ടിൽ തുടർന്നാൽ 3 മാസം വരെ തടവ് ലഭിക്കും. ഇതിനു പുറമെ സ്ത്രീക്ക് അഭയം നൽകുന്ന കുടുംബാംഗങ്ങളും ശിക്ഷിക്കപ്പെടും. ഇതോടെ പീഡനങ്ങളിൽ നിന്ന് രക്ഷ തേടി സ്വന്തം കുടുംബത്തിന്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് അഫ്ഗാൻ സ്ത്രീകൾ. താലിബാൻ കോടതികൾക്ക് ദമ്പതികളുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാൻ വിപുലമായ അധികാരമാണ് നൽകിയിരിക്കുന്നത്. ഇസ്ലാം മതം ഉപേക്ഷിക്കുക, ഭർത്താവിന്റെ ദീർഘകാല അഭാവം തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിവാഹമോചനങ്ങളിൽ തീരുമാനമെടുക്കാൻ താലിബാൻ ജഡ്ജിമാർക്ക് കഴിയും. നിയമം ലംഘിക്കുന്നവർക്ക് തടവ് ശിക്ഷയും കഠിനമായ ശാരീരിക ശിക്ഷകളും നൽകാൻ ഇവർക്ക് അധികാരമുണ്ട്. പ്രാകൃതമായ ഈ നിയമങ്ങളിലൂടെ കുടുംബ ബന്ധങ്ങളെ താലിബാൻ തങ്ങളുടെ ഇടുങ്ങിയ കാഴ്ചപ്പാടിലേക്ക് മാറ്റുകയാണ്. 2021 അധികാരം പിടിച്ചെടുത്ത ശേഷം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം 6-ാം ക്ലാസ്സിൽ താലിബാൻ അവസാനിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തൊഴിലിനും യാത്രയ്ക്കും കടുത്ത നിയന്ത്രണങ്ങൾ വന്നത്. ഓരോ പുതിയ നിയമവും സ്ത്രീകളെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തളയ്ക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ്. രാജ്യാന്തര സമൂഹത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾ നിലനിൽക്കെയാണ് താലിബാൻ ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. പുരുഷന്മാരുടെ വസ്ത്രധാരണത്തിലും രൂപത്തിലും താലിബാൻ നിയന്ത്രണം കടുപ്പിച്ചിരിക്കുകയാണ്. താടി ഒരു മുഷ്ടിയിൽ കൂടുതൽ നീളത്തിൽ വളർത്തുന്നത് നിർബന്ധമാക്കി. താടി വടിക്കുന്നത് വലിയ പാപമായി ഇമാമുമാർ പ്രസംഗിക്കണമെന്ന് താലിബാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ബാർബർമാരെ പോലും തടവിലാക്കുന്ന സാഹചര്യമാണ് അഫ്ഗാനിലുള്ളത്.